ചങ്ങാടം തുഴഞ്ഞ് അക്കരെ പോവാണ്. അക്കരെ പോയിട്ട് വേണം മീൻ പിടിക്കാൻ. അക്കരെ പോകുന്നത് കേട്ടോ. ഇടുക്കി ഡാമിൻ്റെ റിസർവേഡാണ് ഈ കിടക്കുന്നത്. കണ്ടോ എന്ത് ഭംഗി നോക്കിയേ. ഇവിടെ വള്ളമൊന്നുമില്ല കേട്ടോ, വള്ളമില്ല. പകരം ഇതേപോലെ തടികൾ വെച്ച് ചേർത്തുണ്ടാക്കിയ ചങ്ങാടങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ നടുവില്ല കേട്ടോ, പക്ഷെ നല്ല രസമാണ്. പിന്നെ എനിക്ക് നീന്തൊക്കെ അറിയാമെന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രസമുണ്ട്. നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ. നമ്മൾ ഫിഷിംഗ് വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ നമ്മുടെ സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. മനോഹരമായ ഒരു ഡാം സൈറ്റിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഇടുക്കിയിലാണുള്ളത്. വളരെ രസകരമായിട്ടുള്ള, ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ വേണ്ട ഈ ഒരു കാണുന്ന ഈ പോർഷനിൽ ഈ ഒരു ചെറിയൊരു കോണിൽ ഒരു മീൻ കിടപ്പുണ്ട്. ഞാൻ മീനെ കണ്ടു. ഞാൻ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ മീൻ വന്നിട്ട് ഇങ്ങനെ വെട്ടിലുകളെ ഇങ്ങനെ അടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇടുന്നത്. നമുക്ക് നോക്കാൻ അവൻ ഇതിനകത്ത് കയറി പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് ഹുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആഴമില്ലാത്ത സ്ഥലമാണിത്. ഇപ്പോൾ ഈ എറിയുന്ന സ്ഥലം ആഴമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഹുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഹുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇഷ്യൂ. പക്ഷേ കണ്ടല്ലേ, ഹുക്കായില്ല. കണ്ടോ, ഇതാണ് അവൻ്റെ പ്രശ്നം. നമ്മൾ ആഴം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹുക്കാവത്തുള്ളൂ, ഹുക്കാവാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ അവൻ അത്ര എടുത്ത് മിഴുങ്ങെങ്കിൽ മാത്രമേ നമുക്ക് അവന് ഹുക്കാവത്തുള്ളൂ. ഇതങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആഴമില്ലാത്തത് നമ്മൾ ഇവനെ ഇവിടെ നിർത്തി ഇവൻ്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സമയങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. നല്ല നല്ല സൈറ്റുകൾ ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ മീൻ പിടിക്കാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇറങ്ങിയിട്ട്. വളരെ എന്താ പറയുക, കുറച്ച് കൈയൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ട്. ഈ എറിയുന്ന സമയത്തൊക്കെ നല്ല വേദനയൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പൊതുവേ മീനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു എൻ്റർടൈനറാണ് ഈ മീൻപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല നല്ല സൈറ്റുകൾ തേടി പോവുക, നല്ല നല്ല ഏരിയാസുകൾ കാണുക, അവന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മുടെ പ്രകൃതിയിലെ ചില ശബ്ദങ്ങളും ചില എന്താ പറയുക നല്ല നല്ല രീതിയിലൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുവാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഞാനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല. നല്ല ചെറിയൊരു തണുത്ത കാറ്റ് തന്നെ അടിച്ചിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ എറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ വലിയൊരു തോട്, കാട്ടിൽ നിന്ന് ഇങ്ങനെ വലിയ ചെറിയൊരു അരുവി, അത്യാവശ്യം വലിയൊരു അരുവി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. കാരണം ഇങ്ങനെ വന്ന് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ മീനെ അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ മീനുകൾ എപ്പോഴും വന്ന് ഇങ്ങനെയുള്ള ചെറിയ അരുവികളുടെ സൈഡിലൊക്കെ വന്ന് നിൽക്കാൻ വളരെ വളരെ സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം. അടി ചേട്ടാ, വാടാ. ചെപ്പളയിലാണല്ലേ. ഇത് കിട്ടാൻ സാധ്യത കുറവാണ്. കിട്ടാൻ സാധ്യത കുറവാണ്. ഓക്കെ, എൻ്റെ മോനെ. ഒട്ട അടിപൊളി കുക്ക. പോടാ.
സൈസ് ഒരെണ്ണമെന്ന് വെച്ചാൽ എടുക്കാൻ പാടില്ല. മുത്തുകളെ നമുക്ക് അടിപൊളി ചേരാൻ അടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സൂപ്പർ സാധനമാണ്. അതിൻ്റെ വായ കണ്ടോ, അതിൻ്റെ ചിറക് കണ്ടോ, നല്ല സൈസ് ഒരു സാധനം ഇട്ടിടിച്ചേക്കണേ. ഹുക്കപ്പായി, നല്ല ഹുക്കപ്പായില്ലെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചേ. എന്തായാലും നല്ല ഹുക്കപ്പായിരുന്നു, നല്ല സൂപ്പറായിട്ട് അടിച്ചിട്ടുണ്ട്.